ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ വരുത്തരട്ടെ മോക്ക്? അയ്യോ മാഡം, അമ്മ വാരിത്തരാറല്ലേ മോക്ക്, അതുപോലെ കരുതിയാ മതി. നല്ല ക്ഷീണമുണ്ട് മുഖത്ത്. വ്രതവും സർപ്പബലിയൊക്കെ കഴിഞ്ഞപ്പോ വല്ലതായല്ലേ? ഏൽപ്പിച്ച ജോലിയല്ലേ, ഭംഗിയായിട്ട് ചെയ്യണ്ടേ? വേറെ ആരെക്കൊണ്ടും പറ്റില്ല കൃഷ്ണ. സർപ്പബലിന്ന് സിത്താരമാം പിന്തിരിയാൻ പറഞ്ഞിട്ട് പോലും നീ അത് കേട്ടില്ല. കൊടുത്ത വാക്ക് പാലിച്ചു. പക്ഷേ ആ നിമിഷം മുതല് സിത്താരമാമിന്റെ മനസ്സില് ഗാഥയ്ക്ക് തുല്യം തന്നെ കൃഷ്ണയുടെ സ്ഥാനം. അതെന്തിനാ? എന്നോട് കാണിക്കാവുന്ന നീതിയൊക്കെ സിത്താര മേഡം കാണിച്ചു. എനിക്ക് പണം തന്നു, വേണമെങ്കിൽ സർപ്പബലിന്ന് മാറിക്കോളാൻ വരെ പറഞ്ഞു. ഒടുവില് ബലിക്കളത്തിൽ ഞാൻ തളർന്നു വീണപ്പോ എന്റെ അമ്മ എനിക്ക് വേണ്ടി എങ്ങനെയാണോ പ്രാർത്ഥിക്കുക, അങ്ങനെ എനിക്ക് വേണ്ടി കൂടെ നിന്ന് പ്രാർത്ഥിച്ചു. ഇപ്പൊ എന്റെ ജീവന് പോലും സിത്താര മേഡത്തിന് അവകാശമുണ്ട്. കൃഷ്ണ വന്നേ, വാ. കൃഷ്ണ വാ. എങ്ങനെയാ മോളോട് നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. എന്ത് തന്നാലും എത്ര പറഞ്ഞാലും അധികമാവില്ല. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് മാഡം, എന്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചതിന്. ഇപ്പോ എന്റെ ജീവൻ രക്ഷിച്ചതിന്. ഇന്ന് നമ്മൾ പിരിയാണ്. ഇതുവരെ കൂടെ ഇരുത്തി ഒരു നേരത്തെ ഭക്ഷണം തരാനുള്ള മര്യാദ കൂടെ ഞാൻ കാണിച്ചിട്ടില്ല. മോള് ഇന്ന് എന്റെ കൂടെ ഭക്ഷണം കഴിക്കണം. ഏൽപ്പിച്ച ജോലിയൊക്കെ കഴിഞ്ഞില്ലേ മാഡം? അഭിനയിക്കാൻ ഇനിയൊന്നും ബാക്കിയില്ലല്ലോ. എനിക്ക് എത്രയും പെട്ടെന്ന് അമ്മയുടെ അടുത്തെത്തണം. അമ്മയെ കാണാനുള്ള തിടുക്കൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇതെന്റെ ഒരു ആഗ്രഹം. സർപ്പബലി കഴിഞ്ഞു വന്നതിന് ശേഷം മാം ഒരു നേരം പോലും കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. മോളും കഴിച്ചിട്ടുണ്ടാവില്ലല്ലേ? അതെ മാഡം. എങ്കിൽ ഒരു നേരം എന്റെ കൂടെ. ഇത് കരാറിലുള്ളതൊന്നും അല്ല, പക്ഷേ ഇതൊരമ്മയുടെ അവകാശമായിട്ട് ഞാൻ ഇങ്ങനെ എടുക്കുക. മോള് പോയി ഈ വേഷമൊക്കെ ഒന്ന് മാറിയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. മോളെ ഇരിക്ക. കഴിക്കുമോളെ. എന്തു പറ്റി? എന്താ കഴിക്കാത്ത? ഒന്നുമില്ല മാഡം. ഞാൻ വരുത്തരട്ടെ മോക്ക്? അയ്യോ മാഡം,
വാരി തരാറല്ലേ മോക്ക്, അതുപോലെ കരുതിയാ മതി. കഴിക്കുമോളെ. ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഗാഥാ മാഡത്തിനല്ലാതെ വേറൊരാൾക്ക് സിത്താര മാം ഇങ്ങനെ വാരിക്കൊടുക്കുന്നത്. ശരിക്കും ശരിക്കും എന്റെ അമ്മ തരുന്നത് പോലെ തന്നെ തോന്നി. ഇനി ഞാൻ കഴിച്ചോളാം മാഡം. ഇതുകൂടെ കഴിക്കേ. മമ്മി, എന്താ മമ്മി, കരാറ് കഴിഞ്ഞ ഈ ആളുകളെയൊക്കെ അങ്ങ് പറഞ്ഞു വിട്ടാ പോരെ? സൽക്കരിക്കാൻ നിൽക്കുന്നത് എന്തിനാ? ഗാഥമോളെ, ഓ, മമ്മിയുടെ കണക്കിൽ കുറെ കടപ്പാട് തീർക്കാനുണ്ടല്ലോ അല്ലേ? ബട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല. ഓൾറെഡി ഇവൾക്ക് ആവശ്യമുള്ള പണം എണ്ണി കൊടുത്തതല്ലേ, പിന്നെ എന്തിനാ ഇതൊക്കെ? ആവശ്യമില്ലാത്ത ഓരോ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം മമ്മി തന്നെ ഇതിനൊക്കെ അനുഭവിക്കേണ്ടി വരും. ഇവളുമാർക്ക് പിന്നെ നാണോ മാനോ ഒന്നും ഇല്ലല്ലോ. ഗാഥ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഗാഥാ മാഡം എന്റെ കൂടെ ഒന്ന് വന്നേ. എന്തിന്? ഗാഥാ മാഡം, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്റെ കൂടെ വാ. വന്നേ, വാ. വരാൻ. ഗാഥാ മാഡം, വിട്. കൃഷ്ണ